ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ജീവൻ ഇപ്പോൾ സുജാതയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സുജാത ഇവിടെ ഇല്ല എന്ന് ജീവനോട് ഫോണിലൂടെ കള്ളം പറയുകയാണ്. അത് പറഞ്ഞു തിരിഞ്ഞതും സുജാതയുടെ മുന്നിൽ നിൽക്കുകയാണ് ജീവൻ. എന്തു പറയണമെന്നറിയാതെ പേടിച്ചു നിൽക്കുകയാണ് സുജാത. ജീവൻ ചോദിക്കുന്നു, ഹോസ്റ്റലിലാണല്ലേ? തിരക്കാണല്ലേ? എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ? നിങ്ങൾ എന്റെ അമ്മ തന്നെയാണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ജീവൻ. അപ്പോൾ സുജാത പറയുന്നു, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നെ കളിപ്പിക്കാൻ നോക്കിയതല്ലേ? അപ്പോൾ ഞാനും നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് സുജാത. അമ്മയൊന്നും തീർത്തു പറയത്തില്ല, എല്ലാം പാതി നിർത്തും. ആദ്യം എന്നെ കാണാൻ വന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞേ? അമ്മ മാത്രം ഉള്ളെന്ന് അല്ലേ? പിന്നെ അച്ഛൻ വന്നു, അനിയത്തി വന്നു, ശരവണൻ വന്നു, അതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു ടീച്ചറും വന്നു, പിന്നെ അതിന്റെ ഒരു കുട്ടിയും വന്നു. ഇനി ആരേലും ബാക്കിയുണ്ടോ? ഇനി ആരേലും ബാക്കിയുണ്ടോ അമ്മേ, അമ്മയ്ക്ക് പറയാൻ എന്ന് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ചോദിക്കുകയാണ് ജീവൻ. ഇല്ല, ഇനി ആരുമില്ല എന്ന് സുജാത പറയുന്നു. ഉടനെ ജീവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിത്യ ആരാ? ഇത് കേട്ട് ഞെട്ടുകയാണ് സുജാത. ഒന്നല്ല, ഒരുപാട് തവണ ഞാൻ അമ്മയോട് ചോദിച്ചു നിത്യ ആരാണെന്ന്. പറയമ്മേ, ആരാ നിത്യ? എന്റെ ജീവിതത്തിൽ അവൾക്ക് എന്താണ് സ്ഥാനം എന്നും ജീവൻ ചോദിക്കുന്നുണ്ട്. അറിയില്ല, എനിക്കറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് സുജാത. എന്നിട്ട് സുജാത അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ജീവൻ സുജാതയുടെ കയ്യിൽ പിടിക്കുന്നു. ഇത് കണ്ട് പേടിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് സുജാത. എന്നിട്ട് ജീവൻ പറയുന്നു, എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അവളെന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണാ നിത്യ. എന്റെ ഭാര്യ നിത്യ, ശരിയല്ലേ? ഇത്രയും നാൾ നിങ്ങൾ എന്നെ പൊട്ടൻ കളിപ്പിക്കുമായിരുന്നു അല്ലേ? എത്ര തവണ ഞാൻ ചോദിച്ചു നിത്യ ആരാണെന്ന്. അമ്മയ്ക്ക് അറിയാത്ത നിത്യയെ ഞാൻ അമ്മയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജീവൻ നിത്യ നിത്യ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശരവണനും ജ്യോതിയും അവിടേക്ക് വരുന്നുണ്ട്. എല്ലാവരും വളരെ ടെൻഷനോടെ നിൽക്കുന്നു. നിത്യ എവിടെ? എന്റെ ഭാര്യ നിത്യ എവിടെ മോളെ എന്ന് ജ്യോതിയോട് വളരെ ദേഷ്യത്തോട് ജീവൻ ചോദിക്കുന്നുണ്ട്. എന്താ ആരും ഒന്നും പറയാത്തത് എന്ന് ശരവണനോടും ചോദിക്കുന്നു. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ, നിത്യ എവിടെ എന്ന് ചോദിക്കുകയാണ് ജീവൻ. പെട്ടെന്ന് സുജാത കരയുകയാണ്. എന്നിട്ട് അവൾ മരിച്ചുപോയി എന്ന് കള്ളം പറയുന്നു. കള്ളം, പച്ച കള്ളം എന്ന് ജീവൻ. അല്ല, സത്യമാണ് മോനെ എന്ന് സുജാത പറയുന്നു. നീ ആക്സിഡന്റ് പറ്റി കോമയിൽ കിടക്കുന്നുവെന്ന് അറിഞ്ഞ് നിത്യ വീണുപോയി. പതി അവൾ രോഗിയായി, പിന്നെ മരിച്ചു എന്നിങ്ങനെയൊക്കെ കള്ളം പറയുകയാണ് സുജാത. എന്തുകൊണ്ട് എന്നോടിത് പറഞ്ഞില്ല? നിത്യയെ ഞാൻ ചോദിച്ചപ്പോഴൊക്കെ എന്തുകൊണ്ട് എന്നോടിത് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് ജീവൻ. അത്, ആ മരണം നിനക്ക് താങ്ങാൻ പറ്റുമോ എന്ന് അറിയില്ലായിരുന്നു. പറഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് സുജാത പറയുന്നു. അതെ സാർ, നിത്യ മാഡം മരിച്ചുപോയി. അമ്മ പറയുന്നതെല്ലാം ശരിയാണെന്നും ശരവണൻ ജീവനോട് പറയുന്നുണ്ട്. അമ്മ പറയുന്നത് വിശ്വസിക്കേട്ടാ, ഏട്ടനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ജ്യോതി പറയുന്നു. എന്നിട്ടിപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ജീവൻ ആ സോഫയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു. സംഭവിച്ചോന്ന് ഒന്നുകൂടി സുജാതയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു. ഒന്നും സംഭവിക്കാത്തത് ഭാഗ്യമല്ലേ എന്ന് സുജാത പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, ഭാഗ്യം? ഞാൻ തിരിച്ചു വന്നത് ഭാഗ്യം. ഇത്രയും വലിയൊരു വാർത്ത കേട്ടിട്ട് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം അല്ലേ അമ്മേ എന്ന് ചോദിക്കുന്നു. അല്ലേ ശരവണ എന്ന് ശരവണനോടും അല്ലേ എന്ന് ജ്യോതിയോടും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊരു തീരുമാനം പറയാം. നാളെ മുതൽ നിങ്ങൾ 3 പേരും ജീവിക്കുന്നത് എന്റെ കൂടെയാ. മനസ്സിലായില്ലേ? നമ്മൾ ഇനി ഒരു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുമെന്ന്. ഈ തീരുമാനം നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഇനി എന്തെങ്കിലും നുണ പറഞ്ഞ് എന്നെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഒരു ബന്ധവും ഞാൻ നോക്കില്ല, ഒരാളെയും ഞാൻ വെറുതെ വിടത്തുമില്ല എന്നൊക്കെ ജീവൻ അവരോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നു, നാളെ നേരം പുലർന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലുണ്ടായിരിക്കണം. മാറ്റം വരുത്തല്ലേ അമ്മേ എന്നും പറഞ്ഞിട്ട് പോകുന്നു. അവർ എല്ലാവരും തന്നെ ആകെ ഭയന്ന് ടെൻഷനായി നിൽക്കുകയാണ്. പോയ ജീവൻ ഒന്നുകൂടെ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് അവരോടായി പറയുന്നു, നാളെ നിങ്ങൾ അവിടെ ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ എവിടേക്കാ അയക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പോവുകയാണ് ജീവൻ. ജീവൻ പോയി കഴിഞ്ഞപ്പോൾ ഇരുന്ന് കരയുകയാണ് സുജാത. അമ്മേ, നമ്മൾ ഇനി എന്ത് ചെയ്യും അമ്മേ എന്ന് ചോദിക്കുന്നു. എങ്ങനെയെങ്കിലും ജീവൻ നിത്യ മാഡത്തെ കാണാതെ ഇരിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശരവണനും ചോദിക്കുന്നുണ്ട്. സുജാത ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രിയായിരിക്കുന്നു. ആദി കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിത്യയാണെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ജ്യോതി ടെൻഷൻ അടിച്ച് ഇങ്ങനെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുജാത കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്നു. ഇതെന്താ അമ്മേ, അമ്മയ്ക്ക് വിശന്നോ എന്ന് നിത്യ സുജാതയോട് ചോദിക്കുന്നു. ഇല്ല, ആദിമോന് വിശക്കുന്നുണ്ടെങ്കിലോ എന്ന് സുജാത.
എനിക്ക് വിശക്കുന്നൊന്നുമില്ല, ഞാൻ നിത്യാമ്മയുടെ കൂടെ കഴിച്ചോളാം എന്ന് ആദി പറയുന്നു. അമ്മുമ്മ എടുത്തോണ്ട് വന്നതല്ലേ, മോൻ വരച്ചോണ്ടിരുന്നോ, അമ്മുമ്മ വാരിത്തരാം എന്ന് പറഞ്ഞ് സുജാത ഇപ്പോൾ ആദിക്ക് വാരി കൊടുക്കുകയാണ്. പിന്നെ നിത്യയ്ക്കും വാരി കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തിനാമേ എന്ന് നിത്യ ചോദിക്കുന്നു. അപ്പോൾ സുജാത പറയുന്നുണ്ട്, സാരമില്ല കഴിച്ചോ, മോന് വാരിക്കൊടുത്തപ്പോൾ നിനക്കും തരണമെന്ന് തോന്നി. അങ്ങനെ നിത്യയും ഭക്ഷണം കഴിക്കുന്നുണ്ട്. വളരെ സങ്കടത്തോടെ ജ്യോതിയും ശരവണനും ആ കാഴ്ച കണ്ടു നിൽക്കുന്നു. എന്തു പറ്റിയമ്മേ, ഇതൊക്കെ എന്താ എന്ന് നിത്യ ചോദിക്കുന്നു. ഉടനെ സുജാത പറയുന്നു, ഒന്നുമില്ല മോളെ, ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ഇടകലർന്ന് വരുമല്ലോ. ഒന്നിനെ കുറിച്ചും ദുഃഖിക്കാൻ പാടില്ല. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ട്രെയിൻ യാത്ര പോലെയാ. എത്രയോ പേർ കയറി വരുന്നു, എത്രയോ പേർ ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവല്ലേ. സത്യം പറയമ്മേ, അമ്മ ഇത്രയും നേരം ഇരുന്ന് എന്തൊക്കെ ആലോചിച്ചു കൂട്ടി, എന്തൊക്കെ ഓർത്ത് പേടിച്ചു എന്ന് നിത്യ ചോദിക്കുന്നു. എല്ലാം അമ്മയുടെ മനസ്സിലുണ്ട് മോളെ, പറഞ്ഞു പോയെന്ന് മാത്രം. ദാ മോൾ ഇത് കഴിക്കെന്ന് പറഞ്ഞ് വാരി കൊടുക്കുകയാണ് സുജാത. പഠിത്തമൊക്കെ കഴിഞ്ഞ് ആദ്യം അവിടെ നിന്ന് പോവുകയാണ്. എല്ലാവർക്കും ഓരോ ഉമ്മയും കൊടുത്താണ് ആദ്യം പോകുന്നത്. നിത്യ സുജാതയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയമ്മേ, എന്തായാലും എന്നോട് പറയേ. ഒന്നുമില്ലെന്ന് സുജാത. ചില നേരത്ത് പുഴ ഒഴുകുന്നത് പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ മനസ്സിൽ കൂടി ഒഴുകിപ്പോകും. നമ്മൾ കേട്ടതും അനുഭവിച്ചതും എല്ലാം പോട്ടെ എന്നും സുജാത പറയുന്നു. ആവശ്യത്തിനുള്ള ദുരിതങ്ങളൊക്കെ നമ്മളെ തേടി വരുന്നുണ്ടല്ലോ, അത് പോയിട്ട് നമ്മളായിട്ട് അങ്ങോട്ട് തേടി കണ്ടുപിടിക്കണോ എന്ന് നിത്യ പറയുന്നു. ഒന്നിലും പതറില്ലെന്ന് മോള് തന്നെ ധൈര്യം തന്നാൽ മതി, അമ്മയ്ക്ക് സന്തോഷമാകും എന്ന് സുജാത. ഉടനെ നിത്യ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ പതറുന്നത്, എന്റെ കൂടെ അമ്മയില്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവുകയാണ് നിത്യ. കൈ കഴുകി വന്നതിന് ശേഷം നിത്യയെ വിളിച്ച് ആ സോഫയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് സുജാത നിത്യയോട് പറയുന്നു, എന്റെ മടിയിൽ കിടക്ക്, നീ എന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നത് വല്ലാത്തൊരു സുഖമാ എന്ന് പറഞ്ഞ് നിത്യയെ കിടത്തുകയാണ്. ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ നിത്യ മടിയിൽ കിടക്കുന്നുണ്ട്. അകത്ത് ആദി ജ്യോതിയുടെ മടിയിലും കിടക്കുന്നു. സുജാത ഒരു പാട്ടും പാടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിത്യ ഇപ്പോൾ സുജാതയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോവുകയാണ്. ആ സമയം നിത്യയെ കണ്ടപ്പോൾ മുതലുള്ള കാര്യങ്ങളെല്ലാം സുജാത സങ്കടത്തോടെ ഓർത്തെടുക്കുകയാണ്. ജീവൻ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് സുജാത. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.